എൻ്റെ പേര് ബേബി. ഞാൻ ഇടുക്കി ജില്ലയിൽ തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറത്ത് താമസിക്കുന്ന അമ്പലപ്പടി ഭാഗത്ത് താമസിക്കുന്ന ഒരു കൃഷിക്കാരനാണ്. തെങ്ങ്, ജാതി, റബ്ബർ എല്ലാത്തിൻ്റെ ഇടയിൽ മുട്ടിപ്പഴ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം തുടക്കത്തിലൊക്കെ കുറച്ച് വേണമെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 100-300 മരത്തിനടുത്ത് 4 വർഷം തൊട്ട് 40 വർഷം വരെയുള്ള മരങ്ങൾ ഉണ്ട് പറമ്പിൽ. ഏതാണ്ട് ഒരു 20 മരത്തോളം കായ്ഫലമുണ്ട്. പിന്നെ കുറേ ആൺമരം പുത്തിട്ടുണ്ട്. എന്നാലും ഒരു 2 വർഷം കൊണ്ട് എൻ്റെ 300 മരങ്ങളും കായ്ഫലമാവും. മുട്ടിപ്പഴത്തിൻ്റെ തൈ ആദ്യം നടന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ ജോയി എന്ന അദ്ദേഹത്തിന് വനത്തിൽ നിന്നുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരൻ ഈ പഴം കൊണ്ട് കൊടുത്തതാണ്. അത് ഉദ്ദേശിച്ച് 40 വർഷം മുമ്പ് ഇങ്ങനെ ഞങ്ങൾ മുറ്റത്ത് ആ തൈയാണ് ആദ്യമായിട്ട് ജ്യേഷ്ഠൻ വെക്കുന്നതാണ് തൈ. അന്ന് 2 തൈകളുണ്ടായിരുന്നു. ഒന്ന് ചുമന്ന പഴവും ഒന്ന് റോസ് കളറും. ഇതിൽ ചുമപ്പ് കളർ പഴമാണ് ആദ്യം ഒരു 4 വർഷമായപ്പോൾ കാച്ചു. അതിൽ ഒരു ആൺമരവും ഒരു പെൺമരവും മുറ്റത്ത് നിൽപ്പുണ്ട്. അന്ന് തൊട്ട് ഒരു 4 വർഷം കായ്ച്ചു. പിന്നെ വർഷങ്ങളായിട്ട് ഇങ്ങനെ പഴങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യമായിട്ട് വെച്ചതിൽ റോസ് കളർ ഉള്ള പഴം ഒരു 8-10 വർഷം വരെ കായ്ഫലം ഉണ്ടായില്ല. അപ്പോൾ ഈ മരം നിന്നപ്പോൾ അമ്മ പറഞ്ഞ് വെട്ടിക്കളയാൻ വേണ്ടി ആദ്യം വെട്ടിക്കളഞ്ഞു. പിന്നെ ഒരു 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും പൂവുണ്ടാകാത്തപ്പോൾ അന്നും വെട്ടിക്കളഞ്ഞു. അപ്പോൾ അതെൻ്റെ ഞങ്ങൾക്ക് ഏതാനാന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇനിയും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാനത് കായ്ക്കുന്നത്. അത് കായ്ച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പഴത്തിന് ഒരു റോസ് കളറാണ്. അതിൻ്റെ ചെറിയ കയ്പോട് കൂടിയ മധുരമാണ്. അപ്പോൾ അതിൻ്റെ തൈകളൊന്നും മുളയ്ക്കുകയില്ലായിരുന്നു. ഇപ്പോൾ ഒരു 3 കൊല്ലം മുമ്പ് മാത്രമാണ് ഇതിൻ്റെ തൈകൾ മുളയ്ക്കാൻ തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ലായിരുന്നു. പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തൈകൾ കുറച്ചൊക്കെ ഉണ്ടാക്കി. ചെറിയ തൈകൾ ഒരു പാക്കറ്റിൽ അന്നും എന്തോ നമുക്കൊരു ദൈവത്തിൻ്റെ നമ്മൾ തോന്നുന്നു. ഒരു പാക്കറ്റിൽ 2 തൈയാണ്, ഒറ്റ തൈ അല്ലായിരുന്നു. ഒരു പാക്കറ്റിൽ അങ്ങനെ 2 തൈകൾ പലർക്കും കൊടുത്തു വിട്ടു. ആദ്യ വർഷങ്ങൾ കൊണ്ടുപോയത് ഒരു 10-30 വർഷം പ്രായമായ മരം കൂടെ ഞങ്ങളുടെ എൻ്റെ സഹോദരി വീട്ടിലുണ്ട്. തൊട്ട് അയലത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പം അന്ന് കൊണ്ടുപോയി വെച്ച തൈകൾ. അന്ന് ആരും ഞാൻ ഒന്നും പൈസ വാങ്ങാതെ കൊടുത്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യാനായിട്ട് ഒരു മനസ്സിൽ ഒരു ആശ ഉദിച്ചത്. അങ്ങനെയാണ് 73 ആണ് BA പാസ്സായി. ഞാനും ജ്യേഷ്ഠനും പാസ്സായത്. അത് കഴിഞ്ഞ് വന്നാണ് വീട്ടിലെ പിന്നെ കൃഷിയിലേക്ക് കൂടുതൽ നടക്കാറുള്ളത്. പിന്നെ ചെറുപ്പകാലത്തുള്ള അന്നത്തെ കൃഷി എന്ന് പറഞ്ഞാൽ ഈ വാഴ കൃഷിയായിരുന്നു. വാഴ, കപ്പ ഇങ്ങനെയുള്ളത്. പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വാഴയും കപ്പയും കൃഷി ചെയ്യാൻ ഒരിക്കലും ഞാൻ അന്നും രാസവളം കുത്തി താല്പര്യമില്ലായിരുന്നു. അതുപോലെ മരുന്നില്ല. അന്നൊക്കെ കാലത്തൊക്കെ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഫ്യൂഡാൻ ഉണ്ടായിരുന്നു. ഈ കേടുണ്ടായത് ഞാൻ ഒരിക്കലും ഫ്യൂഡാനില്ല. ഞാൻ കുമ്മായമൊക്കെ ഇട്ടൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അടുത്ത എവിടെയെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് ഈ വാഴയ്ക്ക പിടിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ വന്നാൽ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പറമ്പിൽ ഇതുവരെയും വിഷാംശം ഉപയോഗിച്ചിട്ടില്ല. അത് എന്തോ എനിക്ക് അതിനോടൊരു വെറുപ്പായിരുന്നു. അതിൽ നെൽകൃഷി ഉള്ളപ്പോഴാണെങ്കിൽ നെൽകൃഷിയിലും എല്ലാവരും കീടനാശിനി അടിക്കുമ്പോൾ ഞാൻ കൊട്ടയും കൊണ്ടുപോയി ഈ പുഴുവെടുത്ത് കളയാറുള്ളൂ. അന്ന് ജ്യേഷ്ഠനും വഴക്ക് പറയാറുന്നു ഇന്നിങ്ങനെ. അപ്പോൾ അതിന് കുറച്ച് കഴിയുമ്പോൾ അത് ആ പുഴുവൊക്കെ പൊക്കോളൂ. അപ്പോൾ അങ്ങനെ ജൈവ രീതിയിലാണ് എനിക്ക് ചെറുപ്പം മുതൽ താല്പര്യം. ഇന്നും അത് തന്നെയാണ്. ഇന്നും ഇപ്പോഴും ഒരു കൃഷിക്ക് ഞാൻ വിഷാംശം ചേർക്കാറില്ല. ജൈവവളങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മുട്ടിപ്പഴത്തിൻ്റെ 2-3 വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൽ കാണാറുള്ളത്. ഒന്ന് ചുവപ്പ് കളറുള്ളത്, പിന്നെ റോസ് കളറുള്ളത്, പിന്നെ മഞ്ഞ കളറുള്ളത്. മഞ്ഞ വളരെ അപൂർവമായിട്ട് സ്ഥലങ്ങളുള്ളൂ. നാടുകളിലൊക്കെ അയച്ച് വരുന്നുള്ളൂ. ഞങ്ങൾ തൈ വെച്ചിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഇതിനകത്ത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ റോസ് കളറുള്ള കായ്ക്കാൻ താമസിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൈകൾ ഞങ്ങൾ ഇതൊരു ആർക്കും കൊടുത്തിട്ടില്ല. ചുവപ്പ് കളറുള്ള ചെറിയ പുളി മധുരമുള്ള ഇതിൻ്റെ തൈകളാണ് കൊടുക്കാറുള്ളത്. അതൊരു 4 വർഷം കൊണ്ട് 4 വർഷം കൂടെ എടുക്കാറില്ല. 4 വർഷം കൊണ്ട് തൈകൾ കായ്ക്കും. അതിൽ ആൺമരവും പെൺമരവും ഉണ്ട്. രണ്ടും വേണമെന്നാണ് ഇതിനകത്ത്. ആൺമരം ഇല്ലെങ്കിൽ ഈ പോളിനേഷൻ നടന്നില്ലെങ്കിൽ ഈ പഴം അകത്ത് പഴം ഉണ്ടാവില്ല.
പെൺമരം തന്നെയാണെങ്കിൽ നിറയെ കായ ഉണ്ടാകും, പക്ഷേ അകം പൊള്ളയായിരിക്കും. അങ്ങനെ പല കൃഷിക്കാരും വിളിക്കാറുണ്ട്. അപ്പോൾ ആൺമരം കൂടെ വേണം എൻ്റെ നിർബന്ധമായിട്ട്. ഒന്നിൽ കാറ്റ് മുഖേനയോ അല്ലെങ്കിൽ ചെറുതേനച്ച് മുഖേനയോ പോളിനേഷൻ നടക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഏത് ചെറിയ സ്ഥലത്ത് നമുക്ക് വയ്ക്കുക. ഇത് മറ്റു മരങ്ങളുടെ ഷെയ്ഡിൽ വയ്ക്കുക. ഈ ചോല പ്രശ്നമല്ല. ഇത് നമ്മുടെ വനത്തിലെ വലിയ മരങ്ങളുടെ അടിക്കാടിൽ നിൽക്കുന്ന മരമാണത്. അപ്പോൾ അതുകൊണ്ട് ചോലക്കകത്ത് വയ്ക്കുന്നതിനും കുഴപ്പമില്ല. ഏത് സ്ഥലത്തും എവിടെ മാവിൻ്റെ താഴെയൊക്കെ വയ്ക്കാൻ പറ്റും. പിന്നെ തെങ്ങിൻ്റെയൊക്കെ ചുവട് ചേർത്ത് വയ്ക്കാതിരുന്നാൽ മതി. അപ്പോൾ റബ്ബറിൽ ഞാനൊരു പരീക്ഷണത്തിനകത്ത് 10-90 മരം വെച്ചു. 4-ാം വർഷം ഈ വർഷം ഒരു 1-2 മരം പൂത്തു ഒരെണ്ണം കായ്ഫലം ഉണ്ടായി. അപ്പോൾ റബ്ബറിൽ ഇടകൃഷിയായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആദ്യകാലത്ത് പലരും ചോദിച്ചപ്പോൾ ആരോടും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് അനുഭവത്തിൽ വരാതെ നമ്മൾ ഈ വർഷം റബ്ബറിൽ പഴമുണ്ടായി. അപ്പോൾ ഈ റബ്ബറിൽ ഇടപെടലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏക പഴവർഗ്ഗ കൃഷി ഒന്നും റബ്ബറിൽ പറ്റുന്നില്ല. പക്ഷേ റബ്ബറിൽ മൂട്ടിപ്പഴം ചെയ്യാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ കൂടുതലും റബ്ബറാണ്. അപ്പോൾ റബ്ബറിലുള്ളവർക്ക് ഇത് പരീക്ഷണമായിട്ട് ചെയ്യാം. അപ്പോൾ റബ്ബറിൻ്റെ 2 റബ്ബറിൻ്റെ മധ്യത്തിൽ നട്ടാൽ മതി. വലിയ പരിചരണമൊന്നും വേണ്ട. പിന്നെ ജൈവവളങ്ങൾ മതി മരത്തിന്. പഴയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ഒക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കന്നാലി കൊടുക്കുന്ന കപ്പലണ്ടി പിണ്ണാക്ക് കലക്കി ഒഴിച്ച രാസവളത്തിന് പകരമായിട്ട് ഉപയോഗിക്കുക. വലിയ മരുന്നുകളൊന്നും ചെയ്യാറില്ല. ചെറിയ പുഴുക്കളുണ്ടായാലും ആ പുഴുക്കൾ തന്നെ പൊയ്ക്കോളും. പിന്നെ ഇതിൻ്റെ പൂക്കാലം ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് പൂക്കാലം. ജനുവരിയിൽ പൂവുണ്ടായി പിന്നെ ഒരു 3-4 മാസത്തേക്ക് ഒരു വയലറ്റ് കളറിൽ വന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഒരു ജൂൺ ആകുമ്പോഴാണ് പയ്യെ പഴുത്ത് തുടങ്ങുന്നത്, ചുവപ്പ് വരുന്നത്. 6 മാസം കൊണ്ട് ഏകദേശം 5 മാസം 6 മാസം വേണം മൂപ്പ്. അപ്പോൾ അകത്ത് പഴത്തിന് പിന്നെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ചിലപ്പോൾ ഈ പുളിയുള്ള കഴിക്കാൻ കൊള്ളാം. പക്ഷേ പുളിയുള്ള ഈ മരം 2-3 വെറൈറ്റി ഉണ്ട് പഴം. നമ്മൾ പഴത്തിൻ്റെ നിറത്തിലല്ല വ്യത്യാസം. പഴത്തിൻ്റെ അകത്തുള്ള പഴം ചില സ്ഥലങ്ങളിൽ വനത്തിലുള്ളതിൽ ഒരു 80% പിന്നെ പഴങ്ങൾ തനി പുളിയുള്ളൂ, ഒട്ടും മധുരം പറ്റില്ല. അപ്പോൾ ഈ മധുരമുള്ള പഴങ്ങൾ ചുരുക്കമുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ മുറ്റത്ത് നിൽക്കുന്നതാണെങ്കിൽ അത് നല്ല മൂപ്പായി കഴിഞ്ഞാൽ പുളിയോട് മധുരമാണ്, തനി മധുരമല്ല, പുളിയോട് മധുരമുള്ളതാണ് കഴിക്കുന്നതും കുഴപ്പമില്ല. ഇതൊക്കെ കൊച്ചുപിള്ളേരൊക്കെ ആവശ്യം ധാരാളം കഴിക്കാറില്ല. അപ്പോൾ ചിലവരൊക്കെ ചില യൂട്യൂബിലൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പുളിയുള്ളത് കാട്ടുമൃഗങ്ങൾ കുരങ്ങ് പോലും കഴിക്കാത്തതെന്ന് പറയാറുണ്ട്. പക്ഷേ അവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണ്. കാട്ടുമൃഗങ്ങളുടെ ഇഷ്ടഭക്ഷണമാണ് ഇത്. പീച്ചിയിലെ ഫോറസ്റ്റ് സർജൻ അവർ ഇതിനെപ്പറ്റി വീഡിയോ ഇറക്കിയിട്ടുണ്ട്. കാട്ടിലെ മലയണ്ണാൻ, കുരങ്ങ്, പിന്നെ ആന, കരടി, ആമ ഇതെല്ലാത്തിനും ഇഷ്ടഭക്ഷണമാണ്. പക്ഷേ നാട്ടിലെന്തോ ഒരു ഇതുവരെയും വലിയ ശല്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അണ്ണാനും വാവിലും ശല്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ പഴങ്ങൾക്ക് ഇത്ര ഔഷധ ഗുണമുണ്ടെന്ന് ഇതിനെപ്പറ്റി പീച്ചിയിൽ അവരെ റിസർച്ച് ചെയ്താണ്. അവർ റിസർച്ച് എടുത്തിട്ട് അതിൻ്റെ മാങ്ങാപ്പഴം ആപ്പിളിനേക്കാളും കൂടുതൽ ഔഷധം കൊണ്ടുവന്ന് അവർ മാർഭൂമിയിൽ റിപ്പോർട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ പല കോളേജിൽ പ്രൊഫസർമാർ റിസർച്ച് എടുത്തിട്ടുണ്ട്. പാലായിലെ കോളേജിൽ പ്രൊഫസർമാർ ഈ മൂട്ടിപ്പഴത്തെ റിസർച്ചിട്ട് കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണെന്ന് ഇതിനെപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാലക്കാട് ഇതിൻ്റെ ഇല എന്ന് പ്രോസസ് ചെയ്തിരുന്ന ഗുളികകൾ നമ്മുടെ ഷുഗറിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. കൂടുതലും പറഞ്ഞ മറ്റു സ്റ്റേറ്റിലുള്ള കർണാടകത്തിൽ തമിഴ്നാട്ടിലുള്ള പ്രൊഫസർമാർ നടത്തിയിട്ടുണ്ട്. ഇപ്പം നെറ്റിൽ നോക്കിയാൽ ബക്കേറിയ കോട്ട്ലാൻഡ്സ് മുന്നേ അടിച്ചെടുത്താൽ ഇതിൻ്റെ റിസർച്ചിനെ പറ്റി ഇത് അറിയാൻ പറ്റും. ഇതിൻ്റെ ഇലയും വേരും എല്ലാം ഒരു ഇത്ര ഔഷധ ഗുണമുള്ള മരം ഇല്ല എനിക്ക് തോന്നുന്നത്. 2018 ഇങ്ങനെ താഴത്തെ ഈ മൂട്ടി ചുവന്ന മൂട്ടിയുടെ 2 മൂട്ടി പ്രത്യേകം കായ്ച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു മൂട്ടിക്ക് വ്യത്യസ്തമായിട്ട് വലിപ്പം കൂടുതലും മധുരം കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഇടയ്ക്കാണ് പീരുമേട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയുടെ ഒരു സ്റ്റെബിൻ എന്ന് പറഞ്ഞ ഒരു കോർഡിനേറ്റർ ഇവിടെ വന്ന് കാണാൻ വന്നായിരുന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് NIF അവാർഡ് ഉണ്ട്. അത് നമ്മുടെ കൃഷിയിടത്തിൽ വ്യത്യസ്തമായ ഇനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് കൊടുക്കുന്ന അവാർഡാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മൂട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി കിട്ടിയുകൊണ്ട് അത് മുന്തിരി മൂട്ടിയിൽ മധുരം കൊള്ളുകൊണ്ട് അങ്ങനെ ഒരു പേരിട്ടുണ്ട്. ഞങ്ങൾ അവാർഡിന് അപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ഗുജറാത്തിൽ നിന്ന് ഇതിൻ്റെ സയൻറ്റിസ്റ്റൊക്കെ ഇവിടെ വന്ന് അവാർഡിന് എല്ലാം അന്വേഷിച്ച് പോയതായിരുന്നു. പിന്നെ ആ ഇടയ്ക്ക് പിന്നെ എന്തോ ഇത് കോവിഡൊക്കെ വന്നുകൊണ്ട് പിന്നെ അത് ഒരു അവാർഡും പരിഗണിച്ചില്ല. അതായത് വീണ്ടും 2ാമത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2019 കർഷകശ്രീയുടെ മെയ് മാസം ഇലക്കത്തിൽ കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പ്ലാൻ ജിനോം സേവർ അവാർഡിന് വ്യത്യസ്ത കൃഷി രീതിയുള്ളവർക്ക് അപേക്ഷിക്കാമെന്ന് കണ്ടു. അപ്പം മോള് പറഞ്ഞ് നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. വിളിച്ചു നോക്കി ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ അവിടെ ബന്ധപ്പെട്ട ഓഫീസർ വിളിച്ചു നോക്കിയപ്പോൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഞങ്ങൾ കൃഷിഭവനിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ഓഫീസർ സ്ഥലത്തില്ല. ഓഫീസർ ചോദിച്ചു ഇപ്പോൾ ഊട്ടി എല്ലായിടത്തും ഉള്ളതിൽ ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു. വലിയ ഇതൊന്നുമില്ല. അപ്പോൾ താല്പര്യമില്ലാത്ത ഞങ്ങൾ വീണ്ടും കാർഷിക സർവകലാശാല മണ്ണുത്തിയിൽ അവിടെ വിളിച്ചു. അപ്പോൾ അവിടുത്തെ വിളിച്ചപ്പോൾ അവിടെ ലാസ്റ്റ് 3-4 പേര് വിളിച്ചപ്പോൾ അവിടുത്തെ പ്രൊഫസർ CRLC മാഡം സയൻറ്റിസ്റ്റാണ് അവിടുത്തെ. അവരെ കിട്ടി. അവർ ഏതെങ്കിലും വരാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞങ്ങൾക്കും പ്രതീക്ഷയില്ല. വന്ന് ഈ മുട്ടിപ്പഴം എല്ലാ വ്യത്യസ്തത കണ്ടിപ്പോൾ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്നത്തെ കൃഷി വകുപ്പ് എന്നൊരു ശ്രീ സുനിൽകുമാർ സാറായിരുന്നു. സുനിൽകുമാർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ മുട്ടപ്പഴത്തെ പറ്റി എല്ലാം അതിൻ്റെ സാറ് അത് കഴിഞ്ഞപ്പോൾ മന്ത്രി 2 തൈ കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് പിറ്റേ മാസം ഞാനും മോനും പോയി മന്ത്രിക്ക് കൊണ്ട് തൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു, ഇതിന് പഴുത്ത് കഴിയുമ്പോൾ എന്നെ അറിയിക്കണം, എനിക്ക് പഴം ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ 2000 പഴുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജൂണിൽ കൊണ്ടുപോയി പഴം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീട്ടിൽ വന്ന് അത് കാണണം എന്ന് പറഞ്ഞു. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 2019 ജൂലൈ മാസം 19-ാം തീയതിയാണ് അന്നത്തെ കൃഷി വകുപ്പ് ഇവിടെ വരുന്നത്. സ്ഥലം ഈ പഴമൊക്കെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. അത് അദ്ദേഹം വന്നു വഴി ഒത്തിരി പിന്നെ പല ചാനലുകാരും വന്നു. പിന്നെ കൂടുതലും മാധ്യമത്തെ എത്തിച്ചു. മാതൃഭൂമിയിൽ എല്ലാ ചാനലിലേക്ക് വന്നായിരുന്നു പറ്റി. അപ്പോൾ അന്ന് ഒരു 10-90 മരം ഉണ്ടായിരുന്നു, റബ്ബറിലും മറ്റെല്ലാം ആയിട്ട്. അന്ന് കാഴ്ചയ്ക്കുന്നൊരു 8-10 മരം കാഴ്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ മരങ്ങൾ അങ്ങനെ അദ്ദേഹം വന്നതിൽ പിന്നെയാണ് ഈ കൂടുതൽ ഈ മുട്ടപ്പഴത്തെ പറ്റി പൊതുജന ശ്രദ്ധ വന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഈ മുട്ടപ്പഴം ആൾക്കാർ കഴിക്കില്ലായിരുന്നു, ഇത് കഴിക്കാൻ കൊള്ളുമെന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഗൾഫ് മലയാളികളും അല്ലെങ്കിൽ മറ്റ് വിദേശികളും പല മലയാളികളും വിളിക്കാറുണ്ടായിരുന്നു തൈകൾ. അപ്പോൾ അവർ പറയുമ്പോൾ അവരുടെ നാട്ടിലുള്ള ആൾക്കാർ വന്നപ്പോൾ തൈ കൊണ്ടുപോയിരുന്നു. അങ്ങനെ തൈകളും പിന്നെ പഴങ്ങൾ ഞങ്ങൾ കുറേശ്ശൊക്കെ പ്രോസസ് ചെയ്യാൻ തുടങ്ങിയില്ലായിരുന്നു. അച്ചാർ മാത്രമേ ഇടുമായിരുന്നു. അച്ചാർ നല്ലതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് തൈകൾ കൂടുതലായിട്ട് മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാർ അന്വേഷണം വന്നു. അപ്പം ഇപ്പോൾ അവർക്ക് കൊറിയർ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ പോയിട്ടുണ്ട്. കൂടുതലും കർണാടകയിലേക്കാണ് കൂടുതലും പോയിരിക്കുന്നത്. തമിഴ്നാട്ടിലും പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇന്നിപ്പോൾ കർണാടകത്തിൽ ഒരാൾ വിളിച്ചായിരുന്നു കുടകയിലൊക്കെ. അപ്പോൾ അവർക്ക് ഇത് അവർ നല്ല ഈ കാലത്തെ കാലാവസ്ഥ പറഞ്ഞുണ്ട്. അപ്പോൾ മറ്റ് സ്റ്റേറ്റിലും ഇതൊക്കെ പിടിക്കുന്നതാണ്. ചെറിയ സ്ഥലമുള്ളവർക്ക് പോലും വയ്ക്കാം. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നവരുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ വലിയ ഗ്രോ ബാഗുകളിലും ഒക്കെ വെച്ചാലും ഈ പഴം കായ്ക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടത്. അപ്പോൾ നമുക്ക് എവിടെ ചെറിയ സ്ഥലമുള്ളവർക്കും നമുക്ക് വെക്കാൻ പറ്റുന്ന മരമാണിത്. മറ്റ് എവിടെയെങ്കിലും മുറ്റത്ത് ഏതെങ്കിലും മാവോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതിൽ തൊട്ട് താഴെ വയ്ക്കാനും കുഴപ്പമില്ല, ഈ മരം കായ്ക്കും. ഈ മരത്തിൻ്റെ പ്രത്യേകത അതാണത്. മറ്റു മരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അല്പം വെയിൽ വേണം, ഇതിന് വെയിലിന് ആവശ്യമില്ല. വെയിലിനും കുഴപ്പമില്ല, കായ്ച്ചോളും. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ ഇത് ഈ അന്തരീക്ഷത്തിൽ നിന്നും വളരെയധികം നല്ല തണുപ്പ് കിട്ടുന്നൊരു വൃക്ഷമാണ്. ഇവിടെ പല സമയത്തും വേനൽക്കാലത്ത് പല ആൾക്കാരും വരുമ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ പറയാറുണ്ട് നല്ലൊരു കൂളിംഗ് ആണെന്ന് പറയാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ ഇലയുണ്ട് ഈ മരത്തിന്. പിന്നെ ഇതിൻ്റെ ഒരു പ്രധാനം ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ പശ്ചിമഘട്ട മലനിരകളാണ്. മുട്ടിപ്പഴം കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആൺമരവും പെൺമരവും നമ്മൾ കൃഷിയിടത്തിൽ വേണം. ആൺമരം നമ്മുടെ വീട്ടിലല്ലെങ്കിൽ തൊട്ടടുത്ത് വീട്ടിലും ഉണ്ടായാലും മതി. ഇത് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ എല്ലാ നേഴ്സറികളിലും കൊടുക്കുന്ന ഒറ്റ തൈകളാണ്. ഇപ്പോൾ സർക്കാരിൻ്റെ നേരിയകുളത്തുള്ള നേഴ്സറി കൊടുക്കുന്ന വിരുതിയാണ് കൊടുക്കുന്നത്. പക്ഷേ വിരുതി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൺമരം അല്ലെങ്കിൽ ചിലപ്പോൾ പെൺമരമാവും. പിന്നെ ചിലവരൊക്കെ 4-5 തൈകളൊക്കെ നേഴ്സറിയിൽ വാങ്ങിച്ച് വയ്ക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ആണും കിട്ടാറുണ്ട്. അപ്പോൾ ചിലവർ വിളിച്ചാൽ 4 തൈ വെച്ച് 4 ആണായി ഇപ്പോൾ വിളിച്ചു പറയാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ചെറുപ്പം പോലെ നമ്മൾ ഇതിനകത്ത് വിത്ത് എടുക്കുമ്പോൾ നമുക്ക് വിത്തെടുക്കുമ്പോൾ ആൺമരം പെൺമരം ഉള്ളത് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒറ്റ കൂടി തന്നെ ആണും പെണ്ണുമായിട്ടുള്ള 2 മരമാണ് കൂടുതൽ കൊടുക്കുന്നത്. ചില തൈകളിൽ 3 മരമുണ്ട്, 3 അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ആണും പെണ്ണും കിട്ടാറുണ്ട്. അപ്പോൾ ആൺമരവും പെൺമരവും കിട്ടിയ 4 വർഷം കൊണ്ട് കായ്ക്കാൻ. ആൺമരം ഇല്ലാത്ത പല ആൾക്കാരും കൃഷിക്കാർ വിളിക്കാറുണ്ട്. ഇതെൻ്റെ അമ്മാവൻ ചൂരക്കുഴി പൗലോസ് എന്ന് പറഞ്ഞ അമ്മാവൻ്റെ മകനാണിത്. അമ്മാവൻ മരിച്ചിട്ട് 1 കൊല്ലമായി. അമ്മാവന് ഒരു 25 വർഷം മുമ്പ് ഈ തൈ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചാണ്. അതൊരു 4 വർഷമായപ്പോൾ കായ്ച്ചു. പക്ഷേ കായ്ച്ചെങ്കിലും അകം പൊള്ളയായിരുന്നു. അപ്പോൾ അന്ന് അറിയാൻ പറയുന്നതാണ്. പിന്നെ അങ്ങനെയൊക്കെ നിർത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞ് അകത്ത് നിറയെ കായ ഉണ്ടെങ്കിൽ അകത്ത് പഴമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും ഒരു 7 വർഷം മുമ്പ് അമ്മാവൻ വന്ന് 2ാമത് തൈ കൊണ്ടുവച്ചു. അപ്പോൾ അതിൽ ആണും പെണ്ണും ഉണ്ടായിരുന്നു. അതിൽ ആ ആൺമരം പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ പഴം ഉണ്ടാകുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് കുറേ പഴങ്ങൾ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ ഇല്ലാത്ത കായും 2 അതിനകത്ത് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അത്രയും പഴക്കമുള്ള മരമാണിത്. പിന്നെ ചിലവർ ബഡ് ചെയ്താലിത് വരില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളൊരു 2019 ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും തുടങ്ങി. പക്ഷേ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് തുടങ്ങിയാലും മറ്റ് ഈ തൈ വിത്ത് കായ്ക്കുന്നതിനേക്കാൾ താമസം എടുക്കാറുണ്ട്. ഞങ്ങളിപ്പോൾ ബഡ് ചെയ്തിട്ട് 4 വർഷമായിട്ട് തൈ ഈ വർഷമാകും കായ്ക്കാൻ സാധ്യതയുള്ളൂ. 4 വർഷം എടുക്കും. അപ്പോൾ ബഡ് പിന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പലരും ഈ ടൗണിലൊക്കെ ഈ താമസിക്കുന്നവർക്ക് ഈ അതുകൊണ്ട് ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് അവർ മുകളിൽ വയ്ക്കാൻ വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്ത് നല്ലതുണ്ട്. ഗ്രാഫ്റ്റിങ് കായ്ക്കാൻ താമസം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇച്ചിരി വലിപ്പം കൂടുതൽ
കുറവും കിട്ടും. അപ്പോൾ കായ്ഫലം കൊണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ കായ്ച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ അടുത്ത വർഷം ഇങ്ങനെ കായ് ഉണ്ടാകും 4 വർഷം കൊണ്ടാകുമ്പോഴത്തേക്കും. അപ്പോൾ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു വീട്ടിൽ ഞാൻ ആൺമരമായിരുന്നു. ആൺമരം അത് വലിയ മരമായിരുന്നു. അത് ബഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ 3-ാം വർഷം കായ്ച്ചു. അപ്പോൾ വലിയ മരമാണെങ്കിൽ കായ്ക്കും. പക്ഷേ ചെറുമരം ഗ്രാഫ്റ്റ് ബഡ് ചെയ്തെല്ലാം കായ്ക്കാൻ അല്പം താമസം എടുക്കാറുണ്ട്. അപ്പോൾ കൂടുതലും വിത്ത് തൈകളാണ് ആൾക്കാർ നല്ലത് കൊണ്ടുപോയി ആദ്യം കായ്ക്കുന്നത്. ചിലവർ 3-ാം വർഷം കായ്ച്ചെന്ന് വിളിച്ച് പറയാറുണ്ട്. മുട്ടിപ്പഴം കൃഷി ചെയ്യുന്നതിൽ വലിയ രോഗങ്ങളൊന്നും കീടരോഗങ്ങളും കാണാറില്ല. പണ്ട് പുഴുക്കളൊക്കെ കുറച്ച് ഉണ്ടാവാറുണ്ട്. അത് ഞാൻ ചെറിയ നമ്മൾ ജൈവം കടിച്ചു കഴിഞ്ഞാൽ പൊയ്ക്കോളും. പിന്നെ പഴം ഉണ്ടാകും. പഴത്തിന് നേരത്തെ ഇത് ചൂട് ഭാഗത്ത് മണ്ണ് പുതഞ്ഞു കിടന്നാലും ഒരു രോഗങ്ങളില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് ഈ കുമ്പിൾ രോഗങ്ങൾ കണ്ടു കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ജൈവ കുമ്പിൾനാശിനി അത് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കാൻ മതി. അപ്പോൾ അങ്ങനെ കൂടുതൽ വലിയ രോഗങ്ങൾ കാണുന്നില്ല, വളരെ ചുരുക്കമായിട്ടേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്കിപ്പോൾ ചൂട് ഭാഗത്താണ് അതിന് ഉണ്ടാകുന്നത്. ചൂട് ഭാഗത്തെ പഴം നമ്മൾ പല സ്റ്റേജിലാകുമ്പോൾ ചെറുപ്പത്തിലാണെങ്കിൽ നേരത്തെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അച്ചാറുണ്ടാക്കാനോ കണ്ണിമാങ്ങ അച്ചാറുണ്ടാക്കാം. അതുകൊണ്ട് ശർക്കരയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ നെല്ലിക്ക വഴിയുണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ മണ്ണിൽ പറ്റി കിടക്കുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം പറിച്ചെടുത്താൽ മതി, പഴുക്കുന്നതിന് മുമ്പ് കുഴപ്പമൊന്നുമില്ലാതെ. അപ്പോൾ വലിയ പരിചയമൊന്നും ഇല്ലാതെ നമുക്ക് ശ്രദ്ധിക്കപ്പെടാവുന്നൊരു കൃഷിയാണ് മൂട്ടി. ഇപ്പോൾ മറ്റു എല്ലാ മരങ്ങളുടെ ഇടയിൽ കൃഷി ചെയ്യാം. അതിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും കൂടുതലുണ്ട്. പിന്നെ നമ്മുടെ ഈ മൂട്ടിപ്പഴം എന്ന് പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞാൽ വനത്തിൽ എപ്പോഴും ആ ചൂട് 2 മീറ്റർ താഴ്ഭാഗത്ത് മാത്രമേ മൂട്ടിപ്പഴം ഉണ്ടാവാറുള്ളൂ, മുകളിലേക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ മരത്തിൻ്റെ ചൂട് ഭാഗത്ത് ഉണ്ടാകുന്ന പഴം എന്നാണ് അങ്ങനെ മൂട്ടിപ്പഴം എന്ന പേര് പറയാൻ കാര്യം. പക്ഷേ നമ്മുടെ നാടുകളിൽ വന്നു കഴിയുമ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ വരെ കേൾക്കാറുണ്ട്. പിന്നെ ഒത്തിരി വലിയ മരമാവില്ല, ഒരു പരമാവധി ഒരു 10-25 അടിയിൽ കൂടുതൽ മരങ്ങൾ വലുതാറില്ല. മറ്റു മരങ്ങളുടെ ഇടയിൽ വയ്ക്കുന്നതിന് വലിയ പ്രശ്നമില്ല. അപ്പോൾ മരത്തിൻ്റെ പൊക്കം നമുക്ക് ക്രമീകരിച്ച് എടുത്താൽ ഒരു പരമാവധി ഒരു 15-20 അടിയാകുമ്പോൾ മുകളിലേക്കുള്ള കമ്പ് വളച്ചിട്ടാൽ മതി, വെട്ടിക്കളയണ്ട. വളച്ചിട്ട് കഴിയുമ്പോൾ ആ മരം ഒതുങ്ങി വളർന്നോളും. പിന്നെ മറ്റ് റംബൂട്ടാൻ പോലെ അത്രയും പടർന്നു പിടിക്കുന്ന മരമല്ല, വളരെ ഒതുങ്ങിയ മരമാണ്. അപ്പോൾ നമുക്ക് ഷേപ്പ് അനുസരിച്ച് ഇത്രയും കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂട്ടിപ്പഴത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ കായ്ക്കുമ്പോൾ 3-4 കുലകൾ ഉണ്ടാകാറുള്ളൂ. പിന്നെ ഓരോ വർഷം കൂടുന്നതോടും ഇതിൻ്റെ ആദായം കൂടാറുണ്ട്. ഇപ്പോൾ വലിയ മരത്തിലൊക്കെ ആണെങ്കിൽ 10, 50, 60 കിലോയും കുലയൊക്കെ ഉണ്ടാകുന്ന ഒരു കുഴപ്പമൊന്നുമില്ല, അത്ര ഉണ്ടാകും. ഒരു പഴത്തിൻ്റെ വ്യത്യാസം പല പഴത്തിനും പല വലുപ്പമുണ്ട്. ഏകദേശം ഒരു 15-20 ഗ്രാം വരെ ഒരു പഴം തൂക്കം വരാറുണ്ട്. ഒരു 50-60 മരം ഉണ്ടെങ്കിൽ 1 കിലോ പഴങ്ങളും ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ ഈ റോസും ചുവപ്പുകളുണ്ട്, അതിൽ നിന്ന് പല വെറൈറ്റികളുണ്ടാവാറുണ്ട്. ഞങ്ങൾക്കൊരു പുതിയ വെറൈറ്റി കിട്ടിയിട്ടുണ്ട്, അത് നല്ല വലിപ്പമുണ്ട്. അതൊരു 30 കാ ഉണ്ടെങ്കിൽ 1 കിലോ പഴം കിട്ടാറുണ്ട്. അതിൻ്റെ പഴത്തിന് പുളി അല്പം വളരെ കുറവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വെറൈറ്റി അതുകൊണ്ട് സാധാരണയുള്ള പഴത്തിൻ്റെ ഏതാണ്ട് ഇരട്ടി വലിപ്പമുണ്ട് അതിൻ്റെ പുള്ളിലെ പഴം തന്നെ. ഏതാണ്ട് ഒരു 20 മരത്തോളം കായ്ഫലമുണ്ട്. പിന്നെ കുറേ ആൺമരം പുത്തിട്ടുണ്ട്. എന്നാലും ഒരു 2 വർഷം കൊണ്ട് എൻ്റെ 300 മരങ്ങളും കായ്ഫലമാവും.